ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാസത്തിൻ്റെ അവസാന വ്യാഴം, വെള്ളി, ശനി നമ്മൾ തൊഴുപാടം, തൃശ്ശൂർ വടക്കാഞ്ചേരി ചേലക്കര റൂട്ട് തൊഴുപാടം, ഷൊർണൂരിനടുത്തായിട്ടുള്ള തൊഴുപാടത്താണ് ഇപ്പോൾ സിസ്റ്റർ ആയിരിക്കുന്നത്. സിസ്റ്ററും ടീമും ഇവിടെ വന്നിരിക്കുകയാണ് ധ്യാനത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി. പ്രശാന്ത സുന്ദരമായ ഈ സ്ഥലം, ഒരു പുഴ ഇവിടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയുടെ വലിയൊരു അന്തരീക്ഷമാണ്, ഒരു പുണ്യഭൂമിയാണിത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെ അടുത്ത ഈ കാലങ്ങളായിട്ട് സിസ്റ്ററിന് കിട്ടുന്ന ഒരു ദൈവവചനമാണ് ജോഷുവ 1:5-6 തിരുവചനം. ശക്തനും ധീരനുമായിരിക്കുക, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശയോടെന്ന പോലെ ഞാൻ നിന്നോട് സംസാരിക്കുകയും കൂടെ ആയിരിക്കുകയും ചെയ്യും. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. വചനപ്രഘോഷണം, ഒരു യൂട്യൂബ് ചാനൽ, ധ്യാനങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഇതത്ര എളുപ്പമുള്ളതല്ല. പക്ഷേ ഈ യൂട്യൂബ് ചാനലിൽ സ്നേഹിക്കുന്ന ഒരുപാട് മക്കൾ സിസ്റ്ററിനുണ്ട്. അവരുടെ പ്രാർത്ഥനയും സന്തോഷവും പ്രോത്സാഹനവും കഷ്ടകാലങ്ങളിൽ ഒരിക്കൽ പല വൈദികരും സിസ്റ്ററിനെ കണ്ടുമുട്ടുമ്പോൾ പറയാറുണ്ട്, കൊച്ചു വൈദികർ, സിസ്റ്റർ കൊറോണ കാലത്ത് ഞങ്ങൾ കൊറോണ ആയിട്ടിരിക്കുമ്പോൾ സിസ്റ്റർ ഇടുന്ന ആ 1 മിനിറ്റ് വീഡിയോ വചനം, സിസ്റ്റർ ഇടുന്ന വചനത്തിൻ്റെ പോസ്റ്റ്, അതെല്ലാം ഞങ്ങളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് ഞങ്ങളത് കാണാറുണ്ട്, ശ്രവിക്കാറുണ്ട്, ആ വചനം കേൾക്കാറുണ്ട്, ആശ്വാസം നൽകാറുണ്ട്. അതൊക്കെ നമ്മളെ വളർത്തുകയാണ്, പ്രോത്സാഹനമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് അരുൾ ചെയ്യുകയാണ്. സിസ്റ്ററിനോട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ജോഷുവ 1:5-6, ശക്തനും ധീരനുമായിരിക്കുക, മോശയോടെന്ന പോലെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ ആയുഷ്കാലം അത്രയും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല, ഒരു ശക്തിക്കും സാധിക്കുകയില്ല, ഒരു നാവിനും സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട് നമ്മൾ. നാവ് കൊണ്ട് പ്രചരണം നടത്തിയിട്ട് നമ്മൾ ഒരുപാട് പേരുടെ ജീവിതങ്ങളെ നമ്മൾ ശരിക്കും വധിക്കുന്നില്ല, പക്ഷെ വധിക്കുകയാണ്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിതമാണെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ എല്ലാം മനോഹരമായിരിക്കും. എല്ലാ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഇത് ശക്തിയായിരിക്കട്ടെ, ധൈര്യമായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.